നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2021 മിസ് ഗ്രാൻഡ് മലേഷ്യ ജേതാവായ ലിഷാലിനി കനാരന്റെ പരാതിയിൽ അടിസ്ഥാനത്തിൽ മലേഷ്യൻ പോലീസ് ഹിന്ദു പുരോഹിതനെതിരെ അന്വേഷണം ആരംഭിച്ചു. ജൂൺ 21 ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് പൂജ ചെയ്യുന്നതിനിടെ അനുഗ്രഹിക്കാൻ എന്ന വ്യാജേന എത്തിയ ഒരു ഹിന്ദു പുരോഹിതൻ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ലിഷാലിനി കനാരൻ പരാതി നൽകിയിട്ടുള്ളത്. പുണ്യജലം തളിക്കാൻ എന്ന വ്യാജേന അടുത്തെത്തിയ പൂജാരി തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് ലിഷാലിനിയുടെ ആരോപണം. മലേഷ്യയിലെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിക്കെതിരെയാണ് ലിഷാലിനി കനാരൻ എന്ന നടി രംഗത്തെത്തിയിരിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനിടെ തനിക്ക് നേരിടേണ്ടി വന്ന അപമാനകരമായ സംഭവം ലിഷാലിനി തന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയതോടെയാണ് പുറം ലോകം അറിഞ്ഞത്. പ്രതി ഇന്ത്യൻ പൗരനാണെന്നും ക്ഷേത്രത്തിലെ പൂജാരി അവധിയായതിനാൽ താൽക്കാലികമായി എത്തിയ ആളാണെന്നും സെപാങ് ജില്ലാ പോലീസ് മേധാവി ACP നോർഹിസാം ബഹാമൻ പറഞ്ഞതായി മലായ് മെയിൻ റിപ്പോർട്ട് ചെയ്തു. ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുമ്പോൾ അനുഗ്രഹം നൽകാനെന്ന വ്യാജേനയാണ് ഇന്ത്യക്കാരനായ പൂജാരി തനിക്കെതിരെ അതിക്രമം നടത്തിയതെന്ന് ലിഷാലിനി കനാരൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും വെളിപ്പെടുത്തി. ക്വാലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അല്പം അകലെ സ്ഥിതി ചെയ്യുന്ന സെപാങ്ങിലെ മാരിയമ്മൻ ക്ഷേത്രത്തിലായിരുന്നു ദർശനത്തിന് എത്തിയത്. സ്ഥിരമായി ആ ക്ഷേത്രത്തിലുള്ള പൂജാരി ആയിരുന്നില്ല അന്ന് വന്നതെന്നും ക്ഷേത്ര പൂജാരിയുടെ അഭാവത്തിൽ താൽക്കാലികമായി പൂജാകർമ്മങ്ങൾ നിർവഹിക്കാനായി എത്തിയ പൂജാരിയായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നുമാണ് പറയുന്നത്. ഇയാൾക്കെതിരെയാണ് നടിയുടെ ആരോപണമെന്ന് സെപാങ് പോലീസ് മേധാവി നോർഹിസാം ബഹാമൻ പറഞ്ഞു. നടിയെ മുഖത്തും ശരീരത്തിലും ദിവ്യജലം തെളിച്ച ശേഷം അതിക്രമം നടത്തുകയാണ് ആരോപണ വിധേയൻ ചെയ്തിട്ടുള്ളതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും നടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തനിക്കെതിരെ നടന്ന അതിക്രമത്തെക്കുറിച്ച് പരസ്യപ്പെടുത്തരുതെന്ന് ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടതായും അവർ പറയുന്നു. ജൂൺ 21 സംഭവമെന്നും അമ്മ ഇന്ത്യയിലേക്ക് പോയതിനാൽ അന്നേ ദിവസം തനിച്ചാണ് ക്ഷേത്രത്തിലേക്ക് പോയതെന്നും ലിഷാലിനി പറയുന്നു. ക്ഷേത്ര ദർശനം തനിക്ക് ആദ്യത്തെ അനുഭവമായതിനാൽ അവിടെ പ്രാർത്ഥനകൾക്കും ആചാരങ്ങൾക്കും തന്നെ സഹായിക്കാൻ ഒരു പുരോഹിതൻ എത്തിയിരുന്നു. സംഭവ ദിവസം അല്പം വിശുദ്ധജലവും പൂജിച്ച ചരടും എനിക്കായി കരുതിയിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞു. ക്ഷേത്ര ദർശനത്തിനിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ഷേത്രത്തിലെ പൂജാരിയാണ് നിർദ്ദേശങ്ങൾ നൽകുന്നതെന്നും അതിനാൽ തന്നെ പൂജാരിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാറുണ്ടെന്നും അവർ പറയുന്നു. താൻ പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് പൂജാരി സമീപത്തെത്തുകയും പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ദർശനത്തിനെത്തിയ മറ്റുള്ളവർ പോയ ശേഷം പൂജാരിയുടെ ഓഫീസിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അയാൾ തന്നോട് ഓഫീസിലേക്ക് വരാനായിരുന്നു പറഞ്ഞത്. മറ്റു ഭക്തരെ അനുഗ്രഹിച്ച് ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞാണ് അയാൾ ഓഫീസിലേക്ക് എത്തിയത്. അവിടെ എത്തിയ ഉടനെ രൂക്ഷഗന്ധമുള്ള ദ്രാവകം തന്റെ ശരീരത്തിൽ തളിക്കുകയും അത് വീണതോടെ കണ്ണുകൾ നീറുകയും ചെയ്തു. വിശുദ്ധജലം തളിക്കുന്നതിനിടെ അയാൾ തന്നോട് ധരിച്ചിരുന്ന പഞ്ചാബി സ്യൂട്ട് ഉയർത്താൻ ആവശ്യപ്പെട്ടു. ബ്ലൗസ് ഉയർത്താൻ പറ്റില്ലെന്നും ഇറുകിയതാണെന്നും പറഞ്ഞപ്പോൾ ഇറുകിയ വസ്ത്രം ധരിച്ചതിനും അയാൾ തന്നെ വഴക്കു പറഞ്ഞു എന്ന് പറയുന്നു. തന്റെ പിന്നിലൂടെ എത്തിയ അയാൾ തന്റെ ബ്ലൗസിൽ കൈവച്ചെന്നും എന്നാൽ അത് തെറ്റാണെന്ന് അറിയാമായിരുന്നിട്ടും തനിക്ക് അനങ്ങാൻ പോലും പറ്റിയില്ല, മരവിച്ചതുപോലെയാണ് നിന്നത് എന്നും യുവതി എഴുതുന്നു. സാധാരണ ഭക്തർക്ക് നൽകാത്തതാണെന്ന് പറഞ്ഞ് റോസിന്റെ രൂക്ഷമായ മണമുള്ള ജലം എന്റെ മേലെ തളിച്ചെന്നും ലിഷാലിനി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ദിവ്യജലമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ദ്രാവകം തന്റെ ശരീരത്തിലേക്ക് തളിച്ചതിനു ശേഷം തനിക്ക് ശബ്ദമുയർത്താൻ പോലും കഴിയാത്ത അവസ്ഥയായി എന്നും സഭ്യമല്ലാത്ത വിധത്തിൽ ശരീരത്തിൽ സ്പർശിച്ചു എന്നുമാണ് ലിഷാലിനിയുടെ വെളിപ്പെടുത്തൽ. സെപാങ്ങിലെ മാരിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സംഭവമെന്ന് നടി പറയുന്നു. 1 മാസം മുൻപാണ് സംഭവം നടന്നതെന്ന് നടി പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. വസ്ത്രം അഴിച്ചുമാറ്റാൻ അയാൾ നിർബന്ധിച്ചപ്പോൾ അതിന് വിസമ്മതിച്ചതോടെ പൂജാരി ദേഷ്യപ്പെടുകയും പുറകിൽ നിന്ന് മേൽവസ്ത്രത്തിനുള്ളിലേക്ക് കൈ കടത്തുകയും വഴങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അനുഗ്രഹം ലഭിക്കുമെന്ന് പറഞ്ഞതായും നടി വ്യക്തമാക്കുന്നു. അന്നേരം തനിക്ക് ചലിക്കാനോ ശബ്ദമുയർത്താനോ സാധിച്ചില്ലെന്നും അതെന്തുകൊണ്ടാണെന്ന് തനിക്ക് അറിയില്ലെന്നും അവർ പറയുന്നു. ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് നടന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തനിക്ക് പ്രതികരിക്കാനാകാത്തതെന്നും ലിഷാലിനി വ്യക്തമാക്കി. തനിക്കുണ്ടായ ദുരനുഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് പുറത്തുകടക്കാൻ ദിവസങ്ങൾ എടുത്തതായും ജൂലൈ 4 പോലീസിൽ പരാതി നൽകിയതായും അവർ പോസ്റ്റിൽ പറയുന്നു. ആരോ വിവരം പൂജാരിയെ അറിയിച്ചതായും അയാൾ നാടുവിട്ടതായും പരാതിയിൽ പറയുന്നുണ്ട്. 2021 മിസ് ഗ്രാൻഡ് മലേഷ്യ പട്ടം നേടിയ താരം കൂടിയാണ് ലിഷാലിനി. ദിവസങ്ങളോളം കടുത്ത മാനസികാവസ്ഥയിലൂടെ കടന്നുപോകേണ്ടി വന്നു. ഒടുവിൽ ഇന്ത്യയിൽ നിന്നും അമ്മ തിരിച്ചെത്തിയ ശേഷം പൂജാരിയുടെ പ്രവൃത്തിയെക്കുറിച്ച് അമ്മയോട് പറഞ്ഞു. അമ്മ കുടുംബത്തിലെ മറ്റുള്ളവരോട് പറയുകയും അന്ന് തന്നെ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. എന്നാൽ അപ്പോഴേക്കും പൂജാരി ക്ഷേത്രത്തിൽ നിന്നും കടന്നു കളഞ്ഞിരുന്നു. യുവതി ക്ഷേത്ര മാനേജ്മെന്റിനെതിരെയും പരാതി ഉന്നയിച്ചിട്ടുണ്ട്. തന്നെ സഹായിക്കുന്നതിന് പകരം ക്ഷേത്ര മാനേജ്മെന്റ് പൂജാരിയെ സഹായിക്കുകയാണ് ചെയ്തതെന്നും യുവതി ആരോപിക്കുന്നു.
ഇയാൾക്കെതിരെ മുമ്പും പരാതികൾ ഉയർന്നിട്ടുണ്ട്. പരാതിയിൽ അന്വേഷണം നടത്തുകയാണെന്നും നിലവിൽ പ്രതി രാജ്യം വിട്ടെന്നും മലേഷ്യൻ പോലീസ് അറിയിച്ചു. പൂജാരിക്ക് വേണ്ടി മലേഷ്യൻ പോലീസ് തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞതായാണ് വിവരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.